ട്രോഫീസ് നേടിയൊരു ലുക്ക മോഡ്രിച്ച് ഈ ഒരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ റയൽ മാഡ്രിഡ് വിടുകയാണ്. അത് നമ്മുടെയൊക്കെ എക്സ്പെക്ടേഷൻ പലപ്പോഴും തെറ്റിപ്പോകാറുണ്ട്. അതുപോലെ തന്നെ ലാലിഗയുടെ ഒരു എക്സ്പെക്ടേഷൻ തെറ്റിപ്പോയ ഒരു സൈനിങ് ആയിരുന്നു ലുക്ക മോഡ്രിച്ചിൻ്റെ 2012 സൈനിങ് എന്ന് പറയുന്നത്. അദ്ദേഹം 30 മില്യൺ യൂറോക്കാണ് ടോട്ടൻഹാം ഹോട്ട്സ്പറിൽ നിന്നും റയൽ മാഡ്രിഡിലോട്ട് വന്നത്. റയൽ മാഡ്രിഡ് സൈൻ ചെയ്തത് 30 മില്യൺ യൂറോക്കായിരുന്നു. ആ ഒരു സീസൺ ഒരു മോശം രീതിയിലാണ്, അത്ര നല്ല സീസൺ അല്ലായിരുന്നു ലുക്ക മോഡ്രിച്ചിനെ സംബന്ധിച്ചിടത്തോളം. അത് കഴിഞ്ഞ് ആ ഒരു സീസൺ കഴിഞ്ഞ് ലാലിഗ റേറ്റ് ചെയ്തതിൽ ഏറ്റവും വേസ്റ്റ് ട്രാൻസ്ഫർ ആയിരുന്നു ലുക്ക മോഡ്രിച്ചിൻ്റെ. പിന്നെ അത് കഴിഞ്ഞ് നടന്നത് ചരിത്രമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. 28 ട്രോഫീസ് അദ്ദേഹം റയൽ മാഡ്രിഡിൻ്റെ കൂടെ വോൺ ചെയ്തിട്ടുണ്ട്. കിലിയൻ എംബാപ്പയുടെ പ്രായത്തിനെക്കാട്ടിയും കൂടുതൽ ട്രോഫീസ് ലുക്ക മോഡ്രിച്ചിനുണ്ട്. അതിൽ നമുക്കറിയാം 6 യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഉണ്ട്, 4 ലാലിഗ ഉണ്ട്, 5 യുവേഫ സൂപ്പർ കപ്പ് ഉണ്ട്, 4 ക്ലബ്ബ് വേൾഡ് കപ്പ് ഉണ്ട്. അങ്ങനെ എണ്ണിപ്പറഞ്ഞ ട്രോഫീസുകളെല്ലാം 3-ൽ കൂടുതലുണ്ട് ലുക്ക മോഡ്രിച്ചിന്. സോ പിന്നെ റയൽ മാഡ്രിഡിൻ്റെ ഒരു ലെജൻഡ് തന്നെയാണ് ലുക്ക മോഡ്രിച്ച് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ 2018 ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ്റെ ബാലൻഡിയോർ അതും അദ്ദേഹം നേടിയിട്ടുണ്ട്. ഫിഫ മെൻസ് ബെസ്റ്റ് പ്ലെയർ അവാർഡ് അതും അദ്ദേഹം നേടിയിട്ടുണ്ട്. ബെസ്റ്റ് പ്ലേ മേക്കർ അവാർഡ് അതും ലുക്ക മോഡ്രിച്ച് നേടിയിട്ടുണ്ട്. അങ്ങനെ ലുക്ക മോഡ്രിച്ച് നമുക്കറിയാം 2018 ക്രിസ്ത്യാനോ റൊണാൾഡോ ഡിസേർവിംഗ് ആണെന്ന് പലരും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും ആരും നെഗ്ലക്റ്റ് ചെയ്യുന്നില്ല ലുക്ക മോഡ്രിച്ച് ഡിസേർവിംഗ് അല്ല എന്നുള്ളത്. അദ്ദേഹം ഡിസേർവിംഗ് ആണ്, റൊണാൾഡോയും ഡിസേർവിംഗ് ആണ്, പക്ഷേ വോട്ടിങ്ങിൽ മോഡ്രിച്ചിനാണ് കിട്ടിയത്. സോ ഇറ്റ്സ് ഫെയർ. മോഡ്രിച്ച് ആ ഒരു സീസണിലെ ബാലൻഡിയോർ നേടി, അദ്ദേഹം ബെസ്റ്റ് പ്ലെയർ ആണ് എന്നുള്ള രീതിയിലായി. അങ്ങനെ അത് നേടിയൊരു താരം, ഇത്രയും ട്രോഫീസ് നേടിയൊരു ലുക്ക മോഡ്രിച്ച് ഈ ഒരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ റയൽ മാഡ്രിഡ് വിടുകയാണ്. അത് കൺഫേം ആയിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞു ഈ ഒരു വീക്കെൻഡിൽ നടക്കാൻ പോകുന്ന ബെർനാബിയിൽ നടക്കാൻ പോകുന്ന ലാലിഗ മാച്ച് ആയിരിക്കും തൻ്റെ അവസാനത്തെ ലാലിഗ മാച്ച് എന്ന് പറയുന്നത്. എല്ലാവരും റയൽ മാഡ്രിഡിൻ്റെ ലെജൻസ് എല്ലാവരും പോസ്റ്റും സ്റ്റോറിയൊക്കെ ഇട്ട് ആ ഒരു സങ്കടം അറിയിക്കുന്നുണ്ട്. അങ്ങനെ ലുക്ക മോഡ്രിച്ച് ഈ ഒരു സീസണോട് കൂടി ലീവ് ചെയ്യുകയാണ്. കഴിഞ്ഞ സീസൺ ടോണി ക്രൂസ് ആയിരുന്നു, ഈ ഒരു സീസൺ ലുക്ക മോഡ്രിച്ച്. പിന്നെ അതുപോലെ തന്നെ വേറൊരു ലെജൻഡ് റയൽ മാഡ്രിഡിൻ്റെ ലീവ് ചെയ്യുന്നതാണ് കാർലോ ആൻസലോട്ടി. നമുക്കറിയാം ഈ ഒരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ കാർലോ ആൻസലോട്ടി ബ്രസീലിലോട്ട് പോവുകയാണ്, അവിടുത്തെ ഹെഡ് കോച്ചായിട്ട് പോവുകയാണ്. സാബി അലൻസോയെ കൊണ്ടുവരാണ് റയൽ മാഡ്രിഡ്. ബയൺ ലെവർകൂസനിൽ നിന്നും സാബി അലൻസോയെ റയൽ മാഡ്രിഡ് സൈൻ ചെയ്തു, ഓൾമോസ്റ്റ് സൈൻ ചെയ്തു. ഇനി ഈ ഒരു ലാലിഗ മാച്ച് കഴിയുന്നതോടുകൂടി ആൻസലോട്ടി ബ്രസീലിലോട്ട് പോകും, സാബി അലൻസോ ഇങ്ങോട്ടേക്ക് വരും. ക്ലബ്ബ് വേൾഡ് കപ്പിന് സാബി അലൻസോ ആയിരിക്കും കോച്ച് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ലൂക്കാസ് വാസ്കസും ഈ ഒരു സീസൺ കഴിയുന്നതോടുകൂടി റയൽ മാഡ്രിഡ് വിടുകയാണ്. അത് കൺഫേം ആയിട്ടുണ്ട്. കഴിഞ്ഞ സീസൺ അത്ര നല്ല സീസൺ അല്ല ലൂക്കാസ് വാസ്കസിനെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം പോവാണ്, അതും കൺഫേം ആയിട്ടുണ്ട്. പിന്നെ റയൽ മാഡ്രിഡിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പ്ലെയേഴ്സിനും ഇഞ്ചുറി അങ്ങോട്ട് അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് റയൽ മാഡ്രിഡ് എന്ന് പറയുന്നത്. കഴിഞ്ഞ സീസൺ തുടക്കം തൊട്ടേ ഇഞ്ചുറിയാണ്. ഡാനി കാർവഹാലിനാണ് തുടങ്ങിയത്, അദ്ദേഹത്തിന് നീ ഇഞ്ചുറി ആയി. ഓൾമോസ്റ്റ് 1.5 ഇയറോളം പുറത്തിരിക്കേണ്ടി വരും. ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. എദർ മിലിറ്റാവോ ഇഞ്ചുറിയാണ്, ഫെർണാണ്ടോ മെൻഡി ഇഞ്ചുറിയാണ്, റൂഡിഗർ പിന്നെയും കുറച്ച് കളിയൊക്കെ കളിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് ഇഞ്ചുറിയാണ്. വിനീഷ്യസിന് വല്ലപ്പോഴൊക്കെ ഇഞ്ചുറി വരലുണ്ട്, കിലിയൻ എംബാപ്പയ്ക്ക് ഇഞ്ചുറി വരലുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ബെല്ലിംഗാമിന് ഷോൾഡർ ഇഞ്ചുറിയാണ്, കുറേ മാസങ്ങളായിട്ട് പെയിനിലാണ് ബെല്ലിംഗാം എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിന് അത് സർജറിയിലോട്ട് പോകേണ്ടി വരും എന്നുള്ളതും കൺഫേം ആയിട്ടുണ്ട്. പുറത്തേക്ക് വരുന്ന വാർത്തകളൊക്കെ അനുസരിച്ച് അതും കൺഫേം ആയിട്ടുണ്ട്. അതായത് ക്ലബ്ബ് വേൾഡ് കപ്പിന് കളിക്കുമെന്നാണ് ഇപ്പോൾ കറൻലി പുറത്തേക്ക് വരുന്ന വാർത്തകൾ. ക്ലബ്ബ് വേൾഡ് കപ്പിന് ജൂഡ് ബെല്ലിംഗാം ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് ജൂലൈയിൽ ബെല്ലിംഗാമിന് സർജറി ഉണ്ടാവും. അത് കഴിഞ്ഞ് 3 മാസം ബെല്ലിംഗാമിന് കംപ്ലീറ്റ് റെസ്റ്റ് ആയിരിക്കും. അങ്ങനെയാണ് ഇപ്പോൾ കറൻലി പുറത്തേക്ക് വരുന്ന വാർത്തകൾ. സോ ബെല്ലിംഗാമിന് ഇഞ്ചുറി ഉണ്ട്. ഇപ്പോൾ വീണ്ടും ഒരാളും കൂടി വന്നിട്ടുണ്ട്. അതാരാ? എൻട്രിക്കിന് റൈറ്റ് ലെഗിൻ്റെ ഹാംസ്ട്രിങ്ങിൽ ഇഞ്ചുറി ഉണ്ട് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ മേ ബി ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കില്ല. അങ്ങനെ ഒരു പ്ലെയറും കൂടിയും ആ ഒരു ലിസ്റ്റിലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ സാബി അലൻസോ ഇങ്ങോട്ടേക്ക് വരികയാണല്ലോ. സോ അതുകൊണ്ട് തന്നെ സാബി അലൻസോ ടീമിൽ കുറച്ച് ചേഞ്ചസ് വരുത്തും എന്നുള്ളത് കൊണ്ട് ജൂൺ 3 തൊട്ട് ജൂൺ 10 വരെ ഒരു ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ക്ലബ്ബ് വേൾഡ് കപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ക്ലബ്ബ് വേൾഡ് കപ്പിലുള്ള ടീമിന് ആ ഒരു ജൂൺ 3 തൊട്ട് ജൂൺ 10 വരെ ട്രാൻസ്ഫേഴ്സ് നടത്താം എന്നുള്ള രീതിയിൽ ആ ഒരു ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ചെയ്തു. നമുക്ക് ഓൾറെഡി അറിയാം ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡ് റയൽ മാഡ്രിഡിനോട് ഓക്കെ പറഞ്ഞതാണ്. ഓൾമോസ്റ്റ് ഡണ്ടിയിലാണ്. ഡീൻ ഹ്യൂസൺ ഓൾമോസ്റ്റ് ഡണ്ടിയിലാണ്. ബേൺമൗത്തിൽ നിന്നും റയൽ മാഡ്രിഡിലോട്ട് വരും എന്നുള്ളതും ഓൾമോസ്റ്റ് കൺഫേം ആണ്. ഇനിയിപ്പോൾ ലെഫ്റ്റ് ബാക്കായിട്ട് ഒരാൾ നോക്കുന്നുണ്ട്. മെൻഡിക്ക് നമുക്കറിയാം ഇഞ്ചുറിയുടെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ലെഫ്റ്റ് ബാക്കായിട്ട് ഒരാളെ നോക്കുന്നുണ്ട്. സോ അതും കൂടിയും ഒരാളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ബാക്ക് ലൈൻ ഓക്കെ ആയി. അങ്ങനെ ഈ ഒരു മാറ്റങ്ങളോട് കൂടിയായിരിക്കും ക്ലബ്ബ് വേൾഡ് കപ്പിലോട്ട് പോവുക സാബി അലൻസോ. ഇനി നമുക്ക് നോക്കാം. സാബി അലൻസോയുടെ അണ്ടറിൽ റയൽ മാഡ്രിഡ് ആണ്. ഓഫ് കോഴ്സ് തിരിച്ചു വരും. ഈ ഒരു വെള്ളപ്പട എങ്ങനെയായാലും തിരിച്ചു വരും, അത് നമുക്ക് എന്തായാലും അറിയാം.
റയൽ മാഡ്രിഡ് എങ്ങനെയായിരിക്കും ക്ലബ് വേൾഡ് കപ്പിൽ പെർഫോം ചെയ്യുക. ഈ ഒരു സീസൺ, കഴിഞ്ഞ സീസൺ നമുക്കറിയാം ട്രോഫിയിലെ സീസണാണ് കംപ്ലീറ്റ്. യുഎഫ സൂപ്പർ കപ്പും ഇന്റർ കോണ്ടിനെന്റൽ കപ്പും ഉണ്ട് എന്ന് പറയുമ്പോഴും അതും അതിൻ്റെ മുമ്പത്തെ സീസണിൻ്റെ റിസൾട്ടാണ്. ഈ ഒരു സീസണിലെ മേജർ ട്രോഫീസ് ആയിട്ടുള്ള കൊപ്പ ഡി എസ്പാനിയ, ലാ ലീഗ, യുഎഫ ചാമ്പ്യൻസ് ലീഗ്, പിന്നെ അതുപോലെ തന്നെ കൊപ്പ ഡെൽ റേ ഇതൊന്നും നേടിയിട്ടില്ല. സോ ഇതൊന്നും ഇല്ലാത്തൊരു സീസൺ, വേസ്റ്റ് സീസണാണ്. കുറേ കാലങ്ങളായി ഇങ്ങനെയൊന്നും സീസൺ, ഒരു ട്രോഫിയിലെ സീസൺ റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവർക്ക് ക്ലബ് വേൾഡ് കപ്പെങ്കിലും നേടണം. അതിനുള്ള പ്രിപ്പറേഷൻസ് റയൽ മാഡ്രിഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇനി എങ്ങനെയായിരിക്കും റയൽ മാഡ്രിഡ് തിരിച്ചു വരുമല്ലോ. ഓഫ് കോഴ്സ് തിരിച്ചു വരും, നമുക്കറിയാം. ക്ലബ് വേൾഡ് കപ്പ് എടുക്കോ ഇല്ലേ നമുക്ക് നോക്കാം. സോ താങ്ക് യു സോ മച്ച്.